ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറിന്റെ മുകൾ വശവും താഴെയും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയാണ്. വളരെ സിമ്പിളായി നമുക്ക് പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് നിവർത്തി വെക്കാം. നിവർത്തി വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ചുരുക്കി എടുക്കണം. പ്ലാസ്റ്റിക് കവർ കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത്. ചുരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളൊരു നൂലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ടൈറ്റ് ആക്കി ഒന്ന് കെട്ടി കൊടുക്കണം. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇതുപോലെ നമ്മൾ ഇതിന്റെ ഒരു ഭാഗം ടൈറ്റ് ആക്കി കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഇവിടെ നൂല് ഉപയോഗിച്ച് ടൈറ്റ് ആക്കി കെട്ടി കൊടുക്കണം. ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അപ്പൊ ഇതാ ഇതിന്റെ രണ്ട് വശവും ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഇലകളായി കിട്ടും. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ വിടർത്തി കൊടുക്കണം. ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ 2 ഇലകളാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന യെല്ലോ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ കുറച്ച് ഇലകൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈർക്കളിയുടെ ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കാണ് നമുക്കിനി അതെല്ലാം വെച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും വെച്ച് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ യെല്ലോ കളർ വെച്ചു കൊടുക്കാം. അത് നമ്മൾ നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളറാണ് വെച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഗ്രീൻ ടാപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഗ്രീൻ ടാപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിന്റെ ചെറിയൊരു പീസ് എടുത്ത് ചുറ്റി കൊടുത്താലും മതി. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നമ്മളൊരു ഐസ്ക്രീം കപ്പിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഐസ്ക്രീം കപ്പിൽ നമുക്ക് ജൂട്ട് ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കണം. ഇതുപോലെ നമ്മൾ അതിൽ ജൂട്ട് ത്രെഡൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ പൊങ്ങി നിൽക്കുന്ന നാരുകളൊക്കെ ലൈറ്റർ ഉപയോഗിച്ചൊന്ന് കളയാണ്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലും താഴെയും ലൈസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മൾ ലൈസൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തെർമോക്കോളിന്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് വെച്ച് നോക്കാം. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുള്ള തെർമോക്കോളിന്റെ പീസിൽ നമ്മളൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കതൊന്ന് വെച്ച് നോക്കാം. അപ്പൊ ഇതാ ഇതുപോലെയാണ് നിൽക്കുന്നത്. നമ്മളത് അതിൽ നിന്നും എടുത്തിട്ട് അതിന്റെ താഴെയുള്ള ഈർക്കളിയുടെ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് അതിലേക്കൊന്ന് വെച്ച് നോക്കാം. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിന്റെ മുകളിൽ ഈ ഒരു തെർമോക്കോൾ ബീഡ്സും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്? എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. നമ്മുടെ ഈ ഒരു സിമ്പിൾ ട്രിക്ക് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.